തൃശൂരിലെ ശക്തൻ സ്കൈവേ കേരളത്തിലെ ആദ്യത്തെ ആകാശപാതയാണോ? കാണാൻ കൊള്ളാമെന്നല്ലാതെ അതുകൊണ്ട് എന്താ സാധാരണക്കാർക്ക് ഗുണം? ഇതിന്റെ പേരിൽ മേനി നടിക്കാൻ കേരളത്തിനാകുമോ? അതായത് ആരാന്റെ ഗർഭമാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചകൾ ചെയ്യപ്പെടുന്ന ഇത്തരം ചോദ്യങ്ങൾക്കുള്ള അന്വേഷണം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. 10 മാസം മുമ്പാണ് ഞങ്ങൾക്ക് ഈ ആകാശപാത കാണാൻ പറ്റിയത്. ഇന്നിപ്പോൾ അതിന്റെ 2ാം ഘട്ട പണികൾ കൂടി പൂർത്തിയായിരിക്കുന്നു. അപ്പോഴാണ് തൃശൂർ വരെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ടായത്. എന്നാ പിന്നെ ഒന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ചു. അന്നത്തെ ഞങ്ങളുടെ വീഡിയോ അന്ന് കണ്ട വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ അന്വേഷിച്ച് സത്യം പറയുന്ന കാലം ഇനിയുമില്ല എന്ന ബോധ്യമാണ് ഞങ്ങളെ ഈ അന്വേഷണത്തിലേക്ക് നയിച്ചതിന്റെ മറ്റൊരു കാരണം. വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം ഞങ്ങളെ അല്പം കൂടി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ പണം നൽകി ചാനലിൽ ജോയിൻ ചെയ്യാം. തൃശൂർ ശക്തൻ ആകാശ നടപ്പാത കേരളത്തിന്റെ സാംസ്കാരിക നഗരിയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായ ശക്തൻ നഗറിൽ സംഗമിക്കുന്ന 4 റോഡുകളെ ബന്ധിപ്പിക്കുന്ന ആകാശ നടപ്പാത. പഴയ പട്ടാളം ശക്തൻ തമ്പുരാൻ നഗർ റോഡ്, റിംഗ് റോഡ്, ശക്തൻ നഗർ റോഡ്, ശക്തൻ തമ്പുരാൻ ഹൈ റോഡ് എന്നിവയാണ് ഈ ആകാശപാതയിലൂടെ ബന്ധിപ്പിക്കുന്നത്. ഇനിയിപ്പോ 1ാം ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താം. കേരളത്തിലെ ആദ്യത്തെ ആകാശപാതയാണോ ഇത്? ട്രിവാൻഡ്രം നഗരത്തിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനായിട്ട് റോഡിന് കുറുകെ ഉയർന്നു നിൽക്കുന്ന 1-2 നടപ്പാതകളുണ്ട്. പിന്നെ കൊല്ലത്തുണ്ട്, പാലക്കാടും കോഴിക്കോടും ഉണ്ട്. എന്നാൽ ഒരു സിറ്റിയിലെ പ്രധാന റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ക്വയറിൽ കാൽനട യാത്രക്കാർക്കായിട്ട് ഉണ്ടാക്കാൻ പദ്ധതിയിട്ട 2ാമത്തെ ആകാശപാതയാണിത്. അപ്പോ ആദ്യത്തേത് ഏതാണെന്ന് പിന്നെ പറയാം. എന്തായാലും ഇപ്പോൾ പ്രവർത്തിക്കുന്നതും ശീതീകരിച്ചതുമായ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയാണ് തൃശൂരിലേത്. റോഡിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലാണ് ആകാശപാതയുടെ നിർമ്മാണം. അതിനാൽ വാഹനങ്ങൾക്കും തടസ്സമില്ലാതെ കടന്നുപോകാം. 3 മീറ്റർ വീതിയിലാണ് നടപ്പാലം. 280 മീറ്ററാണ് ഇതിന്റെ ചുറ്റളവ്. 2023 ഓഗസ്റ്റിൽ തുറന്നുകൊടുത്ത ഈ നടപ്പാതയ്ക്ക് ചുറ്റും അന്ന് സ്റ്റീൽ കൈവരികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞ് ഉള്ളിൽ AC-യുടെ തണുപ്പും. പിന്നെ ഇത്തരം ആകാശപാത വേറെ എവിടെയെങ്കിലും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. അപ്പോഴാണ് അടുത്ത ചോദ്യത്തിന്റെ വരവ്. സാധാരണക്കാരന് ഇതിന്റെ പ്രയോജനം ഉണ്ടല്ലോ, പറയാം. ഇത്രയും തിരക്കേറിയ ജംഗ്ഷൻ ശ്വാസമടക്കി പിടിച്ച് ക്രോസ് ചെയ്യേണ്ട പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ അശ്രദ്ധയിലൂടെ അപകടം വന്നിരിക്കാം. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി പകലിന്റെ ചൂടത്ത് അല്പം തണുപ്പ് കൊണ്ട് വളരെ സുഖമായി തടസ്സങ്ങളൊന്നുമില്ലാതെ സ്ഥിരം കാണുന്ന താഴേന്നുള്ള കാഴ്ചകൾക്ക് പകരം അല്പം ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണാനും 1-2 സെൽഫിയും ഒക്കെ എടുക്കാനും ആരെങ്കിലൊക്കെ കണ്ടുമുട്ടാനും ഒക്കെ ഒപ്പം ഈ റോഡ് ക്രോസ് ചെയ്യാനും ഒരു കിടിലൻ സ്ഥലമാണ്. ശക്തൻ ബസ് സ്റ്റാൻഡ്, മത്സ്യ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, ശക്തൻ നഗർ മൈതാനം എന്നീ 4 ഭാഗത്തു നിന്നും ആകാശപാതയിലേക്ക് ചവിട്ടുപടികളിലൂടെ പ്രവേശിക്കാം. ഇനിയും നടന്നു കയറാൻ വയ്യാത്തവർക്കായി ഈ 4ഇടത്തും ലിഫ്റ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രിയിലാണെങ്കിൽ പാഞ്ഞു വരുന്ന വണ്ടികളുടെ വെളിച്ചത്തിൽ ഒന്ന് കണ്ണ് ചിമ്മിയാൽ മതി പണി കിട്ടാൻ. അതുകൊണ്ട് അന്നേരവും ഇതിലെ അങ്ങ് പോയാൽ കുളിരൊക്കെ കൊണ്ട് നല്ല വെളിച്ചത്തിലൂടെ സുഖമായിട്ട് കാഴ്ചകളും കണ്ട് നടന്നു പോകാം. ഇനിയിപ്പം സുരക്ഷിതത്വം നോക്കിയാലും CCTV ക്യാമറകളും എല്ലാം റെഡി. അപ്പോ ചിന്തിക്കും, ഇത്രയും ലൈറ്റും കത്തിച്ച് AC-ക്കുള്ള കറണ്ടും ചെലവാക്കി ദൂർത്താണെന്ന്. നടപ്പാതയ്ക്ക് മുകളിലുള്ള ഷീറ്റിൽ സോളാർ പാനൽ നിരത്തിയിരിക്കുകയാണ്. കറണ്ട് മുഴുവനും അതിൽ നിന്നാണ്. അപ്പൊ പിന്നെ ദൂർത്ത് വികസനം നടക്കാതെ മാറ്റം വരാതെ ഇരിക്കണമെന്ന് നമ്മുടെ പൂർവികന്മാർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നും തുണി ഉടുക്കാതെ നടന്നേനെ. അപ്പൊ പിന്നെ ഇനിയും വരുന്ന തലമുറയുടെ മാറ്റത്തിന്, വികസനത്തിന് എന്തിന്റെ പേരിലായാലും കൊസറാക്കൊള്ളി കാണിച്ച് അത് മുടക്കരുത്. അപ്പോഴാണ് അടുത്ത കമന്റ്, കേരളത്തിന്റേതല്ലിത്, ഇത് കേന്ദ്ര സർക്കാർ തന്നതാണ്, അതുകൊണ്ട് അധികം ഞെളിയൊന്നും വേണ്ടാന്ന്. കേരളത്തിന് ഇതിൽ മേനിയടിക്കാൻ വല്ലതുമുണ്ടോ? നോക്കാം. കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, കേരള സർക്കാർ കൂടി ഭാഗമായ ഈ കിറ്റ്കോയുടേതാണ് ആകാശപാതയുടെ ഡിസൈൻ. പക്ഷേ ആ പ്ലാൻ നടപ്പിലാക്കിയ പണം എവിടെ നിന്നാണ്? അത് യൂണിയൻ സർക്കാരിന്റെ മാത്രമാണോ അതോ സംസ്ഥാന സർക്കാരിന്റെ മാത്രമാണോ? അന്ന് പറഞ്ഞ പോലെ 2018 ആരംഭിച്ച പണിയായതുകൊണ്ട് ഇത് 1ാം അമൃത് പദ്ധതിയിൽ വരുന്നതാണ്. അതായത് യൂണിയൻ സർക്കാർ 50%, സംസ്ഥാന സർക്കാർ 30%,
കോർപ്പറേഷൻ 20% തുകയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അതായത് രാഷ്ട്രീയം പറയുവാണെങ്കിൽ NDA ഗവൺമെന്റ് 50%, LDF ഗവൺമെന്റ് 50%. അപ്പൊ പിന്നെ വെറുതെ പോര് വേണ്ട. എന്നാൽ അതിന്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ നടത്തിയ പണി അമൃത് 2ാം പദ്ധതിയിലാണെങ്കിൽ ചെലവഴിക്കുന്ന തുകയുടെ പിരിവിന് മാറ്റം വരും. അതായത് തൃശൂർ സിറ്റി 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലമായതുകൊണ്ട് കേന്ദ്ര സഹായം 33.33% മാത്രമേ കിട്ടൂ. ബാക്കി സംസ്ഥാനവും കോർപ്പറേഷനും കൂടി തുല്യമായി വഹിച്ചോണം. ഇതിന്റെ തെളിവ് കാണിക്കടൂ എന്ന് നിലവിളിക്കേണ്ട. ഈ കാണിക്കുന്ന വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാമെന്ന് പറഞ്ഞ ഒരു നടപ്പാലം ഉണ്ടല്ലോ, അത് ഏതാണെന്ന് എപ്പോഴും പറഞ്ഞു എന്ന് വരാതിരിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഇതിന് മുമ്പിട്ട വീഡിയോ കണ്ടാൽ അതിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ശവത്തെ കുത്തല്ലേ പുള്ളേ എന്നാണ് കോട്ടയത്തുള്ള പണ്ട് ആരോ പറഞ്ഞത്. അപ്പോ എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഏതിലെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റിക്കോണം. ഇപ്പോൾ കണ്ട വൃത്തിയും വെടിപ്പോടെയും ഈ സംഭവം കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. അതിന്റെ പുറത്ത് പോസ്റ്റർ ഒട്ടിച്ചാൽ കിടിലൻ പെനാൽറ്റി അടിക്കണം കോർപ്പറേഷൻ. അതാരായാലും ശരി. സുന്ദരമായ ഈ സ്ഥലം പോലെ എല്ലാ സ്ഥലത്തും വലിയ വികസനങ്ങൾ വരട്ടെ. നമ്മുടെ നാടും നഗരവും ദേശവും സംസ്ഥാനവും രാജ്യവും ഒക്കെ അങ്ങോട്ട് വികസിക്കട്ടെ. എല്ലാത്തിലും ഉപരിയായി ഉയർച്ചയുടെ പടിയിൽ മനുഷ്യത്വം മറക്കാതെ മാനവികത ഉയർത്തിക്കൊണ്ട് നമ്മുടെ കേരളം എന്നും ഇന്ത്യക്ക് മാതൃകയാവട്ടെ, മാർഗദർശിയാകട്ടെ എന്നാശിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.